10,000-ഓളം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു. കാക്കി സ്വപ്നം ഉപേക്ഷിച്ച് കുടുംബം പോറ്റാൻ കൂലിവേലയ്ക്കിറങ്ങുകയാണ് മുന്നിലുള്ള പോംവഴിയെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നമ്മൾ യുവാക്കൾ കേരളത്തിലില്ല, എല്ലാവരും നാട് വിടുന്നു പറയുന്നില്ലേ? ഇതാണ് കാര്യം. ഒരു ഭരണകൂടം വിചാരിച്ചാൽ നശിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ യുവാക്കളെയൊക്കെ. ഏപ്രിൽ 12 സൂര്യാസ്തമനത്തോടെ സർക്കാർ ജോലി എന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നത്തിനുമേൽ കൂടിയാണ് ഇരുൾ വീണത്. ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലെന്ന് മാത്രമല്ല, അധ്വാനത്തിന്റെ 5 വർഷങ്ങൾ പാഴാവുകയും ചെയ്തു. പ്രായപരിധി കഴിഞ്ഞതിനാൽ ഇനി PSC പരീക്ഷ എഴുതാൻ കഴിയാത്തവരാണ് അധികവും. ഇതോടെ കാക്കി സ്വപ്നം അഴിച്ചുവെച്ച് ജീവിക്കാൻ മറ്റു തൊഴിൽ തേടേണ്ട അവസ്ഥയിലാണിവർ. ഇപ്പം വേറെ ജോലിക്ക് പോകാതെ നിർവാഹമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഏകദേശം 85 പേരോളം ഏജ് ലിമിറ്റ് കഴിഞ്ഞവരാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടെന്ന് ഈ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിയോ അല്ലെങ്കിൽ കൂലിപ്പണിയോ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് വേറെ മാർഗ്ഗമൊന്നുമില്ല. നാളെ മുതൽ മേസ്ത്രി പണിക്ക് ഇറങ്ങാനാണ് തീരുമാനം. ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണ് പഠിച്ചത്. സർക്കാർ ഔദാര്യത്തിനല്ല, അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയാണ് ഉദ്യോഗാർത്ഥികൾ 2 മാസക്കാലം യാതനകൾ സഹിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കലിൽ കിടന്നത്. ഇനി എന്തു ചെയ്യണമെന്നുറപ്പില്ലെങ്കിലും ഒരു കാര്യം തീർച്ച, അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രകടിപ്പിക്കും. ഇലക്ഷൻ അറിഞ്ഞു കുത്തുക, അത് തന്നെ. നമ്മൾ ഈ പാർട്ടിക്ക് തന്നെ കൊടുത്തോണ്ടിരുന്നത്. ഇനി നമ്മൾ എങ്ങനെ കൊടുക്കണമെന്നുള്ള അറിയാം. അത് ഇനി അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്ക് നേരെ കണ്ണുറക്കാത്തൊരു സർക്കാരിന് ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്യുന്നത്? ഭാഗ്യം വേണം, അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ പിൻബലം വേണം, അല്ലെങ്കിൽ ജോലി കിട്ടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 13,975 പേരുൾപ്പെട്ട പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചത് 4,029 പേർക്ക് മാത്രമാണ്. PSCക്ക് തയ്യാറെടുക്കുന്നവരോട് ഇവർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. നമ്മുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫീൽഡ് ഒത്തിരി മേഖലയുണ്ട്. പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ എന്തെങ്കിലും മേഖല തിരഞ്ഞെടുക്കുക, പ്രൈവറ്റ് മേഖലയോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ ഒരുപാട് ചാൻസ് ഉള്ളവരാണെങ്കിൽ പുറത്തോട്ട് പോകാനൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇനി വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കിയോ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയാലും കുഴപ്പമില്ല, നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. പ്രതീക്ഷയേറ്റ ഈ യുവത്വം സർക്കാരിനോട് ആവർത്തിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രം: എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജോലി നൽകാതിരുന്നത്? റിപ്പോർട്ടർ, തിരുവനന്തപുരം.